എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ റുക്കിയ അവളാണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ അങ്ങനെ ഉഷാറായിട്ട് ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് രണ്ട് സോൾ റിപ്പേഴ്സ് ഒറ്റകളാണെങ്കിൽ റുക്കിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇവിടെ റുക്കിയ അവൾ ഒരു സെക്കൻഡ് ആദ്യമായി ഇവിടേക്ക് എത്തിയതും ഇച്ചിഗോയെ കണ്ടുമുട്ടിയതും അവനുമായിട്ട് നല്ല ഫ്രണ്ടായതും അവളുടെ പവർ അത് അവന് കൊടുത്തതും അതിനുശേഷം അവന്റെ കൂടെ നിന്ന് അവൾ ചെയ്ത കാര്യങ്ങളും അങ്ങനെ ഒന്നും വിടാതെ എല്ലാ കാര്യങ്ങളും അവൾ ആലോചിക്കുകയാണ്. ഇച്ചിഗോ അറിയാതെ അവളുടെ മനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞു. ഞാനിവിടെ നിന്ന അത് വലിയ അപകടമാണ്. ഒരിക്കലും ഒരു സോൾ റിപ്പറിക്കാൻ പോലും പാടില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് എത്രയും വേഗം എന്റെ കമ്മ്യൂണിറ്റിയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ ഉഷാറായിട്ട് ഓടും. പിന്നെ രണ്ട് സോൾ റിപ്പേഴ്സിൽ ഒരു സോൾ റിപ്പർ ആളാണെങ്കിൽ ഒരു പോസ്റ്റിന്റെ മേലേക്ക് വന്ന് അവളെ വിളിക്കുകയാണ്. റുക്കിയയ്ക്കാണെങ്കിൽ ആ സോൾ റീപ്പറിന്റെ ശബ്ദം അത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. പക്ഷെ ആളുടെ രൂപം അത് അവൾക്ക് വ്യക്തമല്ല. ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവൾ തിരിച്ചറിയും അത് അവളുടെ ഫ്രണ്ട് റെഞ്ചിയാണെന്ന്. അവനാണെങ്കിൽ ലൈറ്റ് ഒക്കെ അവൾക്ക് നേരെ അയച്ച് അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവൾ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തിരിപ്പിച്ച് ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അവനാണെങ്കിൽ അവളെ കൂടുതൽ അറ്റാക്ക് ചെയ്യാതെ അവളുടെ അടുത്തേക്ക് വരും. യു ആർ അൺബിലീവബിൾ. നീ ഇങ്ങനെ ഒരുത്തി ആയിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നീ നിന്റെ പവർ ഒരു സാധാരണ മനുഷ്യന് കൊടുത്തല്ലേ? അതിനവള് പറയും എന്റെ പവർ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. സത്യമാണ്, എനിക്ക് എൻ്റെ പവർ അത് പഴയതുപോലെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ പവർ അത് ആർക്കും മുൻപിൽ അടിയറവ് വെച്ചിട്ടുമില്ല. അവർ ഒരു കാരണവശാലും ഒരു സാധാരണക്കാരനായ മനുഷ്യന് കൊടുക്കാനായിട്ട് കഴിയുകയുമില്ല. പക്ഷെ അവനാണെങ്കിൽ റുക്കിയ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ വിശ്വസിക്കാൻ തയ്യാറാവില്ല. ഓൾറെഡി എല്ലാ കാര്യങ്ങളും അവൻ അറിഞ്ഞു കഴിഞ്ഞു. അവനാണെങ്കിൽ ടെൻഷനായി. നീ ഇത്ര വേഗം പഴയതെല്ലാം മറന്നുപോയോ? നമ്മൾ രണ്ടുപേരെയും ട്രൂക്കോ ഡെസിറ്റിൽ നിന്നാണ് ഹോൾ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവന്നത്. നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മളുടെ പ്രതിബദ്ധത അതെല്ലാം ഒരു നിമിഷം കൊണ്ട് മറന്ന് നീ നിന്റെ സ്വന്തം ഇഷ്ടത്തിന് ഇവിടെ ജീവിക്കുകയാണല്ലേ? നിനക്ക് ഒരുപാടധികം നല്ല നല്ല കാര്യങ്ങൾ അവർ ചെയ്തു തന്നില്ലേ? നിന്നെ കൊച്ചിഗോ ക്ലാനിലേക്ക് മാറ്റാൻ അവർ തയ്യാറായി. ഒരു എലൈറ്റ് സോൾ റീപ്പർ ആക്കി മാറ്റാൻ നിനക്ക് ട്രെയിനിങ് തന്നു. അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും നിനക്ക് ഒരുക്കി തന്നു. അത്രയും പവർഫുള്ളും ഡിറ്റർമിനന്റും ആയിട്ടുള്ള റുക്കിയ ആ നീയാണ് എന്റെ മുൻപിൽ നിൽക്കുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഞാൻ മാത്രമല്ല ഇവിടേക്ക് വന്നത്, നിന്റെ എൽഡർ ബ്രദർ ആളും എന്നോടൊപ്പം ഉണ്ടെന്ന് പറയും. അത് കേട്ട് ഷോക്കായി അവള് പുറകിലേക്ക് തിരിഞ്ഞു നോക്കും. അപ്പൊ അവള് കാണും അവളുടെ എൽഡർ ബ്രദർ സാക്ഷാൽ ബെഞ്ചി. അവനങ്ങനെ അവളുടെ പുറകിൽ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. ബ്രദറാണെങ്കിൽ അവളോട് ഒന്നും തന്നെ സംസാരിക്കില്ല. അടുത്ത നിമിഷം അവനും വാളെടുത്ത് വീശി അവളെ തകർക്കാനായിട്ട് ശ്രമിക്കും. ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അതിനവൻ ദേഷ്യപ്പെട്ട് പറയും, നീ ചെയ്തത് വലിയ തെറ്റാണ്. ഒരു കാരണവശാലും ഒരു സോൾ റിപ്പർ തന്റെ പവർ അത് ഹ്യൂമൻ ബീങ്സിന് കൊടുക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നീ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവരെ കൊന്നുകളയണം എന്നതാണ് നമ്മുടെ നിയമം. പക്ഷേ സൊസൈറ്റിക്ക് ഇപ്പോഴും നിന്നോടൊരു അനുകമ്പയുണ്ട്. അതുകൊണ്ടാണ് നിന്നെ കൊല്ലാനായിട്ട് അവര് ഞങ്ങൾക്ക് നിർദ്ദേശം തരാതിരുന്നത്. പക്ഷേ നീ നിന്റെ പവർ പകർന്നു കൊടുത്ത അവനെ ഞങ്ങൾക്ക് വേണം. അവനെ ഞങ്ങൾക്ക് തകർത്തേ പറ്റൂ. പക്ഷെ റൂക്കിയാണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ഒരിക്കലും അവനെ ചതിക്കില്ല. അവനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയും. അതിനവളുടെ ബ്രദർ അവനാണെങ്കിൽ വീണ്ടും അവളെ നിർത്താതെ അറ്റാക്ക് ചെയ്യാണ്. അത് കണ്ട നമ്മുടെ കണ്ണാടി പയ്യൻ അവിടേക്ക് വന്ന് അവന്റെ ആരോ ഉപയോഗിച്ച് അവളുടെ ബ്രദറിന്റെ കയ്യിലുണ്ടായിരുന്ന സ്ക്വാഡ് അതങ്ങനെ തെറിപ്പിച്ച് കളയും. ബ്രദർ ആണെങ്കിൽ അവനോട് നീ ആരാണ് ചോദിക്കും. അതിനവൻ പറയും, ഞാൻ റുക്കിയയുടെ ക്ലാസ്മേറ്റ് ആണ്. മാത്രമല്ല ഞാൻ സോൾ റിപ്പേഴ്സിന്റെ ശത്രുവാണെന്ന് പറയും. അതിനാ ബ്രദർ പറയും, നീ ആരാണെങ്കിലും ഇവിടുന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഞാൻ കൊല്ലുന്നത് നിന്നെ ആയിരിക്കും. ഇത് കേട്ട് റുക്കിയയും അവനോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് നീ ഇവിടുന്ന് കടന്നു പോകണം. പക്ഷെ അവൻ പോവാതെ അവിടെ തന്നെ നിൽക്കും. അത് കണ്ട ബ്രദറാണെങ്കിൽ സ്ക്വാഡ് എടുത്ത് അവന് നേരെ പാഞ്ഞു വരും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ഹീറോ അവൻ ബാത്റൂമിൽ പോകുമ്പോൾ പോലും റുക്കിയെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ എവിടെയായിരിക്കും? എന്തുകൊണ്ടായിരിക്കും അവൾ ഒന്നും പറയാതെ ഇവിടുന്ന് കടന്നു പോയെന്നൊക്കെ ചിന്തിച്ച് അവൻ ഒരുപാട് വിഷമിച്ച് നിൽക്കും. അങ്ങനെ ഹീറോ ആണെങ്കിൽ ആലോചിച്ച് നിൽക്കുമ്പോഴായിരിക്കും എന്തോ ഒരു ശബ്ദം ടോയ്ലറ്റിന്റെ മുകളിൽ നിന്ന് കേൾക്കുക. അവൻ ആ ഭാഗത്തേക്ക് നോക്കും. നമ്മുടെ മോഡ്സോൾ കരടിക്കുട്ടനെ ആരോ കെട്ടിയിട്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ ആ കെട്ടൊക്കെ അയച്ച് അവനെ താഴെ ഇറക്കും. ഉടനെ കരടി അവൻ പൊട്ടിക്കരഞ്ഞ് ഹീറോയോട് പറയും, എന്നെ ഇവിടെ കെട്ടിയിട്ടത് അവളാണ് റുക്കിയ. നൈറ്റ് അവൾ വളരെ സാഡായിട്ടിരുന്ന് ഒരു ലെറ്റർ എഴുതുന്നത് ഞാൻ കണ്ടു. അവള് വിഷമത്തിലിരിക്കുന്നത് കണ്ട് ഞാൻ കാര്യം അന്വേഷിച്ചു. അതിനവളാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ എന്നെ ഈ ബാത്റൂമിലേക്ക് കൊണ്ടുവന്ന് കെട്ടിയിടുകയായിരുന്നു. ശേഷം ഈ ഒരു ലെറ്റർ അതെന്റെ പോക്കറ്റിൽ വെച്ചു എന്ന് പറഞ്ഞ് അവൻ വേറൊരു ലെറ്റർ എടുത്ത് ഇപ്പൊ ഹീറോയുടെ കയ്യിൽ കൊടുക്കും. അവൻ ആ ലെറ്റർ ഓപ്പൺ ചെയ്ത് വായിക്കും. പക്ഷെ അത് നോർമൽ ആയിട്ടുള്ള ലെറ്റേഴ്സിലല്ല എഴുതിയിരിക്കുന്നത്. അത് ഡീകോഡ് ചെയ്താൽ മാത്രമേ ഹീറോയ്ക്ക് അവൾ എന്താണ് എഴുതിയതെന്ന് മനസ്സിലാവൂ. അല്പനേരം കൂലങ്കക്ഷമായിട്ട് ചിന്തിച്ച് ഞൊടിയിടയിൽ തന്നെ അത് ഡീകോഡ് ചെയ്ത് അതിലുള്ള കാര്യങ്ങൾ വായിക്കാൻ തുടങ്ങും. ഇച്ചിഗോ, ഇത് ഞാനാണ് റുക്കിയ. നേരിട്ട് നിന്നെ കണ്ട് യാത്ര പറയാനുള്ള മാനസികാവസ്ഥ
മാനസികാവസ്ഥയിലല്ല ഞാൻ. എനിക്കിപ്പോ ഇവിടുന്ന് പോയേ പറ്റൂ. അത്തരത്തിലൊരു സാഹചര്യം വന്നെത്തിയിരിക്കുകയാണ്. നീ എനിക്ക് ഇതിനോടകം ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നു. അതിനെത്രയൊക്കെ നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട്. ഇവിടുന്ന് പോയി കഴിഞ്ഞാലും കുറച്ച് ദിവസത്തേക്ക് നീ പുറത്തിറങ്ങാനായിട്ട് പാടില്ല. മാത്രമല്ല എന്നെ ഒരു കാരണവശാലും നീ അന്വേഷിച്ചു വരരുത്. പക്ഷെ സമയമാകുമ്പോൾ ഞാൻ നിന്നെ കാണാൻ തിരികെ വരും എന്നായിരിക്കും ആ ലെറ്ററിൽ ഉണ്ടാവുക. ആ കരടിക്കുട്ടനാണെങ്കിൽ ടെൻഷനായി ഹീറോയോട് പറയും, തീർച്ചയായിട്ടും അവൾ എന്തോ വലിയ അപകടത്തിൽ പെട്ടിരിക്കുകയാണ്. നമ്മൾ ആ അപകടത്തിൽ പെടാൻ പാടില്ല എന്ന് കരുതി തന്നെയാണ് അവൾ ഇപ്രകാരം ഒരു ലെറ്റർ എഴുതി വെച്ച് ഇവിടുന്ന് പോയത്. ഇപ്പോഴാണെങ്കിൽ രണ്ടാമൊന്നും ചിന്തിക്കാതെ ആ ഡീറിന്റെ വായിലുള്ള സീഡ് എടുക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ഒരുഹര ആൾ അവിടേക്ക് വന്ന് ആളുടെ സ്റ്റിക്കിന്റെ സഹായത്താൽ തന്നെ ഹീറോയുടെ സോൾ റീപ്പർ ഫോമിലേക്ക് അങ്ങനെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരികയാണ്. ചെയ്ത ഇവിടെ റെഞ്ചിയും റുക്കിയുടെ ബ്രദറും അവർ രണ്ടുപേരും ചേർന്ന് ഫൈറ്റ് ചെയ്ത് ആ കണ്ണാടി പയ്യനെ തോൽപ്പിച്ച് താഴെ ഇട്ടിരിക്കുകയാണ്. ആണെങ്കിൽ ഇപ്പൊ യാതൊരു അനക്കവും ഇല്ല. റെഞ്ചിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ ഹായ് ആയിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും അവർക്കൊരു വലിയ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് ഹീറോ അവിടേക്ക് വരിക. ഹീറോ ആണെങ്കിൽ അവരോട് പറയും, ഞാനാണ് ഇച്ചിക്കോ, റുക്കിയുടെ ഫ്രണ്ട്. അവിടെ നിൽപ്പും അവന്റെ കയ്യിലുള്ള ആ വലിയ സ്ക്വാഡൊക്കെ കണ്ട് റെഞ്ചി അവൻ ഒരു സെക്കൻഡ് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. റെഞ്ചിക്ക് പിടിയിട്ടും നമ്മുടെ ഹീറോയുടെ കയ്യിലാണ് റുക്കിയുടെ പവർ അതുള്ളതെന്ന്. ഒരു കാരണവശാലും ആ പവർ അത് നിന്റെ കയ്യിൽ നിൽക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല. നിന്നെ വെട്ടിക്കൊന്നു കളഞ്ഞ ആ പവർ അത് ഓട്ടോമാറ്റിക്കലി റുക്കിക്ക് തിരികെ കിട്ടും. അതിനുശേഷം സോൾ സൊസൈറ്റിയിലേക്ക് കൊണ്ടുപോയി ഇവളെയും ഞങ്ങൾ കൊല്ലും. കാരണം ഇവൾക്ക് ഇപ്പോഴും നന്ദിയും കൂറും സോൾ റീപ്പേഴ്സിനോടോ സോൾ സൊസൈറ്റിയോടോ അല്ല, നിങ്ങളെപ്പോലുള്ള മനുഷ്യന്മാരോടാണ്. സോ ഇനി ഒരിക്കലും ഇവള് ആ സോൾ സൊസൈറ്റിയിൽ ഒരു മെമ്പറായിട്ടിരിക്കാൻ പാടില്ല. മാത്രമല്ല ഇച്ചിഗോ, നീ ഒരു യഥാർത്ഥ സോൾ റീപ്പർ അല്ല, വെറും ടെമ്പററി സോൾ റീപ്പർ ആണ്. അതുകൊണ്ടാണ് നിനക്ക് എത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്റെ ബോഡിയിൽ ഒരു സ്ക്രാച്ച് പോലും ക്രിയേറ്റ് ചെയ്യാൻ കഴിയാത്തത്. അങ്ങനെ ഫുൾ കോൺഫിഡൻസിൽ അത് പറയുന്ന സമയം ഹീറോ അവന്റെ സ്ക്വാഡ് എടുത്ത് ഇച്ചിക്ക് നേരെ ആഞ്ഞു വീശും. ആ സ്ക്വാഡ് വന്ന് കൊണ്ട് അവന്റെ താടിയുടെ ഭാഗം അതങ്ങനെ മുറിഞ്ഞ് ചോര അതങ്ങനെ തുളുമ്പുകയാണ്. റുക്കിയുടെ ബ്രദർ ആണെങ്കിൽ റെഞ്ചിയോട് കെയർഫുൾ ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ പറയും. അതിന് റെഞ്ചി ആണെങ്കിൽ പൊട്ടിച്ചിരിച്ച് ഇവനൊരു ചെറിയ സ്ക്രാച്ച് അതെന്റെ ബോഡിയിൽ ഇട്ടപ്പോഴേക്കും ഞാൻ ഇവന്റെ മുൻപിൽ തോറ്റുപോകുമെന്ന് കരുതിയോ? ഇവൻ വെറും ഒരു യൂസ്ലെസ് ആണെന്ന് പറഞ്ഞ് അവൻ ഹീറോയോട് അവന്റെ സൻപത്ത് നെയിം എന്താണെന്ന് ചോദിക്കും. ഹീറോയ്ക്കാണെങ്കിൽ അതെന്താന്ന് പിടികിട്ടാതെ അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. റെഞ്ചി ആണെങ്കിൽ വീണ്ടും അവനെ പരിഹസിക്കും. സ്വന്തം സൻപത്തുവിന്റെ പേര് അതുപോലും നിനക്കറിയില്ല എന്ന് പറഞ്ഞ് അവന്റെ സൻപത്തു പവർ അത് ഫുൾ ഫോമിലും ഫോഴ്സിലും പുറത്തേക്ക് റിലീസ് ചെയ്ത് ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. അവന്റെ ആ സമ്പത്തു പവർ കണ്ട് നമ്മുടെ ഹീറോ അവൻ അങ്ങനെ ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.